പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ബാബു മാളിയേക്കൽ. ഞാൻ തേഞ്ഞിപ്പലം ഇടവകയിൽ നിന്ന് വരുന്നു. എനിക്ക് ഒരു 30 വർഷത്തിലേറെയായി സൈനസൈറ്റിസ് എന്ന രോഗത്തിനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര തലവേദന, നെഞ്ചുവേദന, ബോഡി പെയിൻ, അങ്ങനെ പലതരം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും എനിക്ക് ആൻറ്റിബയോട്ടിക്സ് കഴിക്കേണ്ട അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ പാരസെറ്റമോൾ സ്ഥിരമായി ഞാൻ കഴിച്ചിരുന്നു. ഇടയ്ക്കിടയ്ക്ക് തലവേദന ഉണ്ടാകും, പാരസെറ്റമോൾ കഴിച്ചു. അത് കൂടുതലാകുമ്പോഴാണ് ആൻറ്റിബയോട്ടിക്സ് കഴിച്ചുകൊണ്ടിരുന്നത്. ഞാൻ 11 വർഷം ഗൾഫിൽ ജോലി ചെയ്തു. ആ സമയത്ത് എനിക്ക് വളരെ രൂക്ഷമായ രീതിയിൽ ഈ സൈനസൈറ്റിസിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ അവസാനം അതിൻ്റെ ബുദ്ധിമുട്ട് കാരണം ഗൾഫിൽ ജോലി രാജിവെച്ച് നാട്ടിലേക്ക് പോരുകയുണ്ടായി. ഇവിടെ വന്നതിന് ശേഷം ഇപ്പം 11 വർഷമായി. ഇവിടെ വെച്ചും സ്ഥിരമായി ഇതിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഓരോ കാലാവസ്ഥ മാറുമ്പോഴും അതുപോലെ കൂടുതൽ വെയിൽ കൊള്ളുക, ബസ്സിൽ യാത്രയിൽ കാറ്റടിക്കുക, മഴ നനയുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴെല്ലാം ഞാൻ പോയി ആൻറ്റിബയോട്ടിക്സ് വാങ്ങി കഴിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ വേദന വളരെ രൂക്ഷമാകുവാനും പിന്നെ 2-3 ദിവസത്തേക്ക് എനിക്ക് ജോലികളൊന്നും ചെയ്യാൻ പറ്റാതെ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു. അത് കാരണം വീട്ടിലും വളരെ അതിൻ്റേതായ അസ്വസ്ഥതകളുണ്ടായിരുന്നു. എനിക്കൊരു ജോലിയും ഒന്നും ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനായിരുന്നു. അതുപോലെ സ്ഥിരമായിട്ട് മറ്റേതെങ്കിലും ജോലിക്ക് പോകുമ്പോൾ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു, പ്രത്യേകിച്ച് യാത്ര ചെയ്യുമ്പോൾ. അപ്പോൾ എപ്പോഴും ഞാൻ ചെവിയൊക്കെ മൂടി ഒന്നുകിൽ ടവൽ കൊണ്ട് അല്ലെങ്കിൽ അതുപോലെ രീതി കൊണ്ട് ചെവിയെല്ലാം മൂടി കെട്ടിയിട്ടാണ് യാത്രയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് 2024 സെപ്റ്റംബറിൽ ഇവിടെ എൽറൂഹയിൽ ശുശ്രൂഷകരുടെ ധ്യാനം നടക്കുന്നത്. ഞാനിവിടെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വരുന്ന ആളാണ്. അങ്ങനെ ശുശ്രൂഷകരുടെ ധ്യാനത്തിൽ ഞാൻ പങ്കെടുക്കാനായിട്ട് എൽറൂഹയിലേക്ക് വരാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞപ്പം ആ ദിവസങ്ങളിൽ അതിന് 2-3 ദിവസങ്ങളിൽ എനിക്ക് അതിശക്തമായ തലവേദനയും മറ്റു ബുദ്ധിമുട്ടും ഉണ്ടായി. പിന്നെ ഞാൻ അങ്ങനെ ഒരു പാരസെറ്റമോളിന് പകരം 2 പാരസെറ്റമോളൊക്കെ കഴിച്ച് ഞാനത് വേദന ഒതുക്കി. എങ്കിലും ആ വേദന കണ്ടിന്യൂ ചെയ്യുമായിരുന്നു. തുടർച്ചയായിട്ട് ഇങ്ങനെ വന്ന് എൻ്റെ നെഞ്ചിൻ്റെ ഭാഗത്തേക്കെല്ലാം ആ വേദന, ഭയങ്കര അസ്വസ്ഥതകൾ ഉണ്ടായി. ഒരുതരം ശ്വാസം വിടുന്ന അവസ്ഥയൊക്കെ ഉണ്ടായി. അപ്പോൾ ഞാൻ സാധാരണ ധ്യാനത്തിൽ പങ്കെടുക്കാൻ പോകുമ്പം ഈ എന്തെങ്കിലും അനുഗ്രഹം കിട്ടും നമുക്ക് തടസ്സപ്പെടുത്താനായിട്ട് ഒരു പൈശാചിക ബന്ധനം തടസ്സങ്ങളുണ്ടാകുക പതിവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതും വകവയ്ക്കാതെ ഞാൻ ധ്യാനത്തിൽ പങ്കെടുക്കാനായി ഇവിടെ എത്തി. ഈ കോമ്പൗണ്ടിൽ എത്തിയപ്പോൾ തന്നെ എനിക്ക് നല്ല മാറ്റം അനുഭവപ്പെട്ടു. വളരെ ശക്തമായ തലവേദന ഉണ്ടായിരുന്നത് വളരെയധികം കുറഞ്ഞ് എനിക്ക് നല്ല ആശ്വാസം തോന്നി. ആദ്യത്തെ ദിവസം രാത്രിയിൽ ധ്യാനത്തിൻ്റെ സമയത്ത്, ആരാധന സമയത്ത് അച്ഛൻ വിളിച്ചു പറഞ്ഞു, ബാബുവിനെ ദൈവം അനുഗ്രഹിക്കുന്നെന്ന്. തൊട്ടടുത്ത ദിവസം, 2ാമത്തെ ദിവസം അതുപോലെ തന്നെ ആരാധന സമയത്ത് അച്ഛൻ വിളിച്ചു പറഞ്ഞു, ബാബുവിനോട് എല്ലാ രോഗങ്ങളും ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനായി പറഞ്ഞു. 3ാമത്തെ ദിവസം ആരാധന സമയത്ത് ഒരാളുടെ സൈനസൈറ്റിസ് എടുത്തു മാറ്റുന്നതായി ഈശോ സന്ദേശം തരുന്നത് അച്ഛൻ ഇവിടെ വിളിച്ചു പറയുകയുണ്ടായി. അങ്ങനെ ആ സമയങ്ങളിലൊക്കെ എനിക്ക് നല്ല ആശ്വാസം ഉണ്ടായിരുന്നു. വളരെയധികം വ്യത്യാസം വന്നു. അവസാന വർഷമായപ്പോഴത്തേക്ക് നല്ല കുറവുള്ളതായിട്ട് തലവേദന ഒട്ടും തന്നെ എനിക്കുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ആ ധ്യാനത്തിൻ്റെ അവസാനം ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞു. അതിനുശേഷം ഇപ്പോൾ 2-2.5 മാസത്തോളമായി. അതിനുശേഷം എനിക്കൊരു ബുദ്ധിമുട്ടും സൈനസൈറ്റിസ് സംബന്ധമായി ഉണ്ടായിട്ടില്ല. ഈ ഒരു അനുഗ്രഹത്തിന്, എൽറൂഹ ധ്യാന കേന്ദ്രം വഴി എനിക്ക് ലഭിച്ച ഈ അനുഗ്രഹത്തിന് ഈശോയ്ക്ക് 1000 നന്ദി അർപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.